ഈ ശരീരത്തിന് എങ്ങനെ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ ഞാനുണ്ടാവും. അല്ലെങ്കിൽ എൻ്റേതാക്കിയ ആ വസ്തുക്കൾ, അല്ലെങ്കിൽ ആ വസ്തുക്കളുമായിട്ട് ഇടപഴകുമ്പം നമ്മുടെ ശരീരം ഒരിക്കലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നില്ല. കാരണം അവിടെ നമ്മൾ നമ്മളെ ഷട്ട് ഡൗൺ ചെയ്യും. കാരണം എന്താ, ഇതിനെ ഞാൻ എൻ്റേതാക്കി കൺട്രോൾ ചെയ്ത് വെച്ചതാണ്. ഇന്ന കാര്യത്തിൻ്റെ അർത്ഥം എനിക്കറിയാം, ഇന്ന അറിവ് എൻ്റെ ഉള്ളിലുണ്ട്, അതെനിക്കറിയാമെന്നൊക്കെ പറയുമ്പം ഫർദർ നമ്മളത് ഓപ്പൺ ചെയ്യൂല. ഓപ്പൺ ചെയ്യാത്ത ഏതൊരറിവും നമ്മുടെ ആക്ടിവിറ്റിയെ ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ്. കാരണം അവിടെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന അവസ്ഥയുമായിട്ട് നമുക്കൊരിക്കലും ബന്ധപ്പെടാൻ പറ്റില്ല. ചില ആൾക്കാരൊക്കെ ചില കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ അത് ഇങ്ങനെയാണെന്ന് പറയും. ചിലപ്പോൾ അനുഷ്ഠാനങ്ങൾ ഈ ആചാരം അവിടെ അത് തീർന്ന്, മനസ്സിലായ? അല്ലാതെ അവിടെ അത് എന്തുകൊണ്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറ്റണില്ല. അപ്പം അങ്ങനെ നിരന്തരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിലും പ്രവർത്തനത്തിലും വരും. ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഇന്ന ആളെനിക്കറിയാം, ഇതെൻ്റേതാണ്, ഇതെൻ്റെ ഭാര്യയാണ്, മക്കളാണ്, എൻ്റെ വീടാണ്, അല്ലെങ്കിൽ ഈ പാട്ട് എനിക്ക് പാടാൻ അറിയണ പാട്ടാണ്, ഞാൻ സ്ഥിരമായിട്ട് കേൾക്കണ പാട്ടാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നമ്മളുമായിട്ടുള്ള ബന്ധമാണ് കട്ട് ഓഫാണ്. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴോ, ഇനി പൈസയാണെങ്കിലും സ്വത്താണെങ്കിലും മുതലാണെങ്കിലും ദൈവമാണെങ്കിൽ പോലും, ഞാൻ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഞാനുള്ള അവസ്ഥയിൽ നിന്ന് മാത്രമേ മറ്റൊന്നിൻ്റെ പുറകെ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഈ പുറകെ പോയ ആ അവസ്ഥകളിൽ ആ സമയത്ത് ശരീരം ഉപയോഗിച്ച ഓരോ സന്ദർഭത്തിനും ഞാനില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വിക്റ്റിമായി പോകും. അതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രോബ്ലം.